الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. സഹോദരി സഹോദരന്മാരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ചത് സൂറത്തുർ റഹ്മാൻ. അതിലെ തുടക്കത്തിലെ 6 ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി 7ാമത്തെ ആയത്ത് മുതൽ ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان. ഇത്രയും വചനങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ആയത്തുകളിലെ തജ്വീദിന്റെ നിയമം. വസ്സമാഅ, അവിടെ ഏതാ നിയമം? മദ് മുത്തസിൽ, മീമിന് ശേഷമുള്ള മദ്ദിന്റെ ഹർഫിന് ശേഷം ഹംസ ഒരേ പദത്തിൽ വന്നു. അവിടെ 6 ഹർക്കത്തുകൾ വരെ നീട്ടണം. വസ്സമാഅ റഫഅഹ വവളഅൽ മീസാൻ. അടുത്ത ആയത്തിൽ അല്ലാ തത്തു ആദ്യം ത പിന്നെ ത, അത് ശ്രദ്ധിക്കണം. അല്ലാ തത്ഗൗ ഫിൽ മീസാൻ. അടുത്ത ആയത്തിലോ വഅഖീമുൽ വസ്ന വഅഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ. അടുത്ത ആയത്തിൽ വൽ അർള വളഅഹാ ലിൽ അനാം ഫീഹാ ഫാകിഹത്തുൻ. അവിടെ ഫാകിഹത്തുൻ തൻവീന് ശേഷം വാവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ള നിയമം ഇദ്ഗാമും ബിഗുന്ന. തൻവീനുള്ള നൂനിനെ വാവിലേക്ക് ലയിപ്പിച്ച് മണിച്ച് പാരായണം ചെയ്യണം. ഫാകിഹത്തുൻ വൻ, പിന്നീടുള്ള നൂനിന് ശദ്ദ. നൂനിനും മീമിനും എവിടെ ശബ്ദം ഉണ്ടായാലും മണിക്കണം. വന്നഖ്ലു ദാതുൽ അക്മാം വൽഹബ്ബു ദുൽ അസ്ഫി വറൈഹാൻ ഫബിഅയ്യി ആലാഇ. അവിടെ മദ്ദിന്റെ അടയാണ്. മദ് മുത്തസിൽ. ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഇനി ഈ ആയത്തുകളുടെ ചെറിയ രൂപത്തിലുള്ള വിശദീകരണമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റഹ്മാനിൽ അല്ലാഹുവിനെ പരിചയപ്പെടുത്തി. അർ റഹ്മാൻ, ഈ റബ്ബ് എങ്ങനെയുള്ളവനാണ്? അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ സൃഷ്ടികൾക്ക് നൽകിയ ഓരോ നിഅമത്തുകളെ അറിയിച്ചു തന്നു. ഇതെല്ലാം നൽകിയത് മനുഷ്യരുടെ റബ്ബായ റഹ്മാനാണ്. റഹ്മാനു റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തി. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിഅമത്തുകളെ ഓരോന്നായി ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യം തന്നെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ് വ ഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകളെ നിങ്ങൾ എണ്ണിക്കണക്കാക്കാൻ ശ്രമിച്ചാൽ ലാ തുഹ്സുഹാ, നിങ്ങൾക്ക് എണ്ണിക്കണക്കാക്കാൻ സാധിക്കുകയില്ല. അത്രത്തോളം നിഅമത്തുകൾ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതിലെ ഏതാനും ചില നിഅമത്തുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങളിലൂടെ നമ്മെ അറിയിക്കുന്നത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മലയാളത്തിൽ ചൊല്ലുണ്ട്, കണ്ണുള്ളവൻക്ക് കണ്ണിന്റെ വില അറിയില്ല. അതായത് നിഅമത്തുകൾ ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ചാൽ നമുക്കതിന്റെ വില മനസ്സിലാവുകയില്ല. നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വില എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് എന്താണ് സമാ? ആകാശം. ആകാശത്തെ റഫഅഹ
റഫഅ ഉയർത്തി, റഫഅ എന്ന് പറഞ്ഞാൽ ഉയർത്തി, റഫഅഹ അതിനെ, അതായത് ആകാശത്തെ ഉയർത്തി. ആരാണ് ഉയർത്തിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ആകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാൻ സാധിക്കും, യഅനി റഫഅ അസ്സമാ, ആകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി. വലം യുഹദ്ദിദ് ഫിൽ ഖുർആനിൽ കരീം മിഖ്ദാറു ഹാദാ റഫ്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉയർച്ച എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അറിയിച്ചു നൽകിയിട്ടില്ല, അത് കൃത്യമായി പറഞ്ഞിട്ടില്ല. ലാക്കിൻ പക്ഷേ ജാഅത്തി സുന്നത്തു ബിദാലിക്, സുന്നത്തിൽ അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഇത് വന്നിട്ടുണ്ട്. എന്താണത്? ഫഹിയ റഫീഅത്തുൻ അദീമത്തുൻ ഇർതിഫാഅൻ അദീമൻ ഷാഹിഖൻ, വളരെയധികം ഉയരത്തിലാണ് ആകാശം. ഒന്നാം ആകാശത്തിന്റെ മേൽക്കൂര, അതായത് ആകാശം എന്ന് കണക്കാക്കുന്നത് വളരെയധികം ഉയരത്തിലായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രമീകരിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ വലിയൊരു നിഅമത്താണ് ഭൂമിയുടെ മുകളിലുള്ള ആകാശം, ഭൂമിയെ സംരക്ഷിച്ചുകൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഗാശിയയിൽ ചോദിക്കുന്നതായി കാണാൻ സാധിക്കും, അഫലാ യൻദുറൂന ഇലസ്സമാഇ കൈഫ റുഫിഅത്, അവർ നോക്കുന്നില്ലയോ ഇലസ്സമാ, ആകാശത്തിലേക്ക്, കൈഫ റുഫിഅത്, അത് എപ്രകാരമാണ് ഉയർത്തിയത്, എപ്രകാരം അത് ഉയർത്തിയിട്ടുള്ളതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ ഖുദ്റത്തിനെ കുറിച്ച് അറിയിക്കുന്നതാണ് ഉയർന്നിരിക്കുന്ന ആകാശം. മനുഷ്യന് ഒരിക്കലും ഇതുവരെ സാധിച്ചിട്ടില്ല ആകാശത്തിലേക്ക് എത്താൻ. എന്താണ് ആകാശം എന്നുള്ളത് തന്നെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാൻ പോലും മനുഷ്യന് സാധിച്ചിട്ടില്ല ആധുനിക സയൻസുകൾ കൊണ്ട്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഉയർത്തിയെന്ന് നമ്മ അറിയിച്ചു. അടുത്ത കാര്യം പറഞ്ഞു, വവളഅൽ മീസാൻ, വവളഅൽ മീസാൻ, വളഅ എന്ന് പറഞ്ഞാൽ വെച്ചു, സ്ഥാപിച്ചു. എന്താണ് വെച്ചത്? അൽ മീസാൻ, അൽ മീസാൻ. എന്താണ് മീസാൻ? സാധാരണ നമ്മൾ അറബി ഭാഷയിൽ പറയാറ് എന്താണ്? തുലാസ്, തുലാസ്. പക്ഷെ കൂടുതൽ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത്, തെളിവുകളോട് യോജിക്കുന്നത്, അവർ പറയുന്നത് എന്താണ്? വളഅൽ അദ്ൽ, നീതിയെ വെച്ചു എന്നുള്ളതാണ്. നീതി, അവിടെ മീസാൻ എന്നുള്ളതിന് നീതി എന്നുള്ളതാണ്. അറബി ഭാഷയിൽ മീസാൻ എന്നുള്ളതിന് അദ്ൽ, നീതി എന്ന് ഉപയോഗിക്കാറുണ്ട്. ഖുർആനിലെ സൂറത്തുൽ ഹദീദിലെ 25-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ സാധിക്കും, ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത്, തീർച്ചയായിട്ടും നമ്മുടെ പ്രവാചകന്മാരെ ബയ്യിനാത്തുകൾ കൊണ്ട്, കൃത്യമായിട്ടുള്ള വിശദീകരണത്തെ കൊണ്ട് നിയോഗിച്ചു. വഅൻസൽനാ മഅഹും, അവരോടൊപ്പം നാം ഇറക്കി. എന്താണ് ഇറക്കിയത്? അൽ കിതാബ്, കിതാബ് ഗ്രന്ഥം, അല്ലാഹുവിന്റെ കിതാബ്. വൽ മീസാൻ, അതായത് അതില് നീതി, ഭൂമിയിൽ നീതി നടപ്പാക്കുക, ഇതിനെയും ഇറക്കി. മീസാൻ എന്നുള്ള വാക്കിന് അദിൽ എന്നാണ് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ തഫ്സീർ വെച്ചത്. നമുക്ക് കാണാൻ സാധിക്കും, അൻ മുജാഹിദ് ബിൻ ജബർ, മുജാഹിദ് ബിൻ ജബർ റഹ്മഹുല്ലാഹു തആല അദ്ദേഹത്തിന് വന്നൊരു ഹസനിൽ കാണാം, വവളഅൽ മീസാൻ എന്ന് പറഞ്ഞാൽ ഖാല അൽ അദ്ൽ, നീതിയാണ് അവിടെയുള്ള ഉദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ ഉയർത്തുകയും നീതിയെ വെക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതേ അർത്ഥം തന്നെയാണ് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ്, അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ, അസ്സഅദി റഹ്മഹുല്ലാഹ്, ഇവരെല്ലാം അവരുടെ തഫ്സീറുകളിൽ വിശദീകരിക്കുന്നത് നീതി, മീസാൻ എന്നുള്ളതിന് നീതി എന്നുള്ളതാണ് വിശദീകരിച്ചത്. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നീതിയെ വെച്ചു. എപ്രകാരമാണ് നീതി കണക്കാക്കുക? അത് നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആൻ കൊണ്ടും തിരുസുന്നത്തിലെ കൊണ്ടും. ഒരു വിഷയത്തിൽ നീതി ഏതാണ് അനീതി ഏതാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ മനുഷ്യന് വെച്ചു തന്ന നിഅമത്താണ് നീതി നടപ്പാക്കുക എന്നുള്ളത്. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, അല്ലാ തത്ഗൗ, അല്ലാ തത്ഗൗ. തത്ഗൗ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിര് കവിയാതിരിക്കാൻ, തെറ്റിക്കാതിരിക്കാൻ. അല്ലാ തത്ഗൗ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിര് കവിയാതിരിക്കാൻ, തെറ്റിക്കാതിരിക്കാൻ. ഫിൽ മീസാൻ, മീസാനിൽ, മീസാനിൽ നിങ്ങൾ അതിര് കവിയാതിരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ മീസാന വെച്ചു. എന്താണ് അതിന് തഫ്സീർ നൽകിയത്? നാസിർ സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞു, അല്ലാ തത്ഗൗ ഫിൽ അദ്ൽ, നീതിയിൽ അതിര് കവിയ, അതായത് ദുൽമ കാണിക്കാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊണ്ട് എന്താണ് നീതി, എപ്രകാരം നടപ്പാക്കണം എന്നുള്ളത് മനുഷ്യർക്ക് അറിയിച്ചു നൽകി എന്നുള്ളതാണ്. അത് ഭൂമിയിൽ നടപ്പാക്കി. ഏതൊരു മനുഷ്യനും അവകാശപ്പെടുന്ന, അവർ സംസാരിക്കുന്ന കാര്യമാണ്, എനിക്ക് നീതി വേണം, ഇന്ന സമൂഹത്തിൽ നീതി വേണം. ആരാണ് ഇത് നൽകിയത്? ഈ ഒരു ചിന്ത അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ നിഅമത്താണ് മനുഷ്യന്
മനുഷ്യന് നീതി വേണം എന്നുള്ള ചിന്ത, അതിലുള്ള മാനദണ്ഡം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇബ്നു കസീർ റഹ്മഹുല്ലാ, അതിനുമുണ്ട് ഇബ്നു മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമി റഹ്മഹുല്ലാ പറയാണ്, എന്തുകൊണ്ടാണ് എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിയെ ഇറക്കിയത്? ലി അല്ലാ തതജാവസുൽ ഹദ്ദ ഫിൽ മീസാൻ, അത് അതിര് കവിയാതിരിക്കാൻ. ഫഇന്നൽ അംറ ലൗ കാന ഇലാ യർജിഉ ഇലാ ഉഖൂലികും വആറാഇകും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെ നമുക്ക് നീതി പറഞ്ഞു നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ, എന്താണ് യഥാർത്ഥത്തിൽ നീതി, എന്താണ് അനീതി എന്ന് അറിയിച്ചു തന്നിട്ടില്ലായിരുന്നെങ്കിൽ എപ്രകാരമാണ് ആളുകൾ നീതി കണക്കാക്കുക? ഓരോരുത്തരുടെ ബുദ്ധിക്കനുസരിച്ച്, ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചായിരിക്കും. അങ്ങനെ ആയിരുന്നെങ്കിൽ ലഹസല മിനൽ ഖലലി വല്ലാഹു ബിഹി അലീം, എന്തായാലും അതിൽ തെറ്റുകൾ വരുമായിരുന്നു, കുറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അതിനെക്കുറിച്ച് അധികം കൂടുതൽ മനസ്സിലാക്കിയവൻ. വല ഫസദത്തിസ് സമാവാതു വൽ അർദ് എന്ന് മാത്രമല്ല, ഓരോരുത്തർക്ക് തോന്നിയതാണ് നീതി എന്നുള്ള രൂപത്തിലാണ് ഭൂമിയെങ്കിൽ ആകാശവും ഭൂമിയും ഫസാദായനെ, മനുഷ്യനിവിടെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. മനുഷ്യനിവിടെ ജീവിക്കാൻ സാധിക്കുകയില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് മസ്ലഹത്തിന് വേണ്ടി, അവന്റെ നല്ല രൂപത്തിലുള്ള ജീവിതത്തിന് വേണ്ടി നീതി എന്താണെന്ന് പഠിപ്പിച്ചു നൽകി. അതെങ്ങനെ നടപ്പിലാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ നമുക്ക് അറിയിച്ചു നൽകി എന്നുള്ളതാണ്. അത് വലിയൊരു നിഅമത്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ നിഅമത്താണ്. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുന്ന ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട്, ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ് വൽ അദ്ൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഹഖ് കൊണ്ടാണ്, യാഥാർത്ഥ്യം, അതിൽ യാഥാർത്ഥ്യമുണ്ട്. വൽ അദ്ൽ, അതിൽ നീതിയുണ്ട്. എന്തിനാണ്? ലിതകൂനൽ അശ്യാഅ കുല്ലുഹാ ബിൽ ഹഖ് വൽ അദ്ൽ, എല്ലാ കാര്യവും അതിന്റെ അവകാശങ്ങളും അതിന്റെ നീതിയും എല്ലാം ഉറപ്പിക്കാൻ വേണ്ടി. ദുനിയാവിൽ എല്ലാത്തിനും ഇതെല്ലാം ഉണ്ട് താൻ. നീതി, ഒരു സന്തുലിതാവസ്ഥ എല്ലാ കാര്യത്തിനും നമുക്ക് കാണാൻ സാധിക്കും. ആ സന്തുലിതാവസ്ഥയിൽ നിന്ന് മാറിയാൽ ഭൂമി ഫസാദാവും. നല്ല അവസ്ഥ മനുഷ്യന് ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ് അവിടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ നിഅമത്താണ്, മനുഷ്യൻ നൽകിയതാണ്. ഒരു സന്തുലിതാവസ്ഥയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്, സംവിധാനിച്ചിട്ടുള്ളത്. അടുത്ത ആയത്ത് ശ്രദ്ധിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഅഖീമുൽ വസ്ന വഅഖീമുൽ വസ്ന. വഅഖീമു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിലനിർത്തുക. നമ്മൾ പറയേണ്ടത് അഖീമുസ് സ്വലാത്ത് ഖുർആനിലുണ്ട്, നിസ്കാരം നിലനിർത്തുക. ഇവിടെ എന്താണ് അഖീമു എന്ന് പറഞ്ഞാൽ? നേരെയാക്കുക, നിലകൊള്ളുക. അൽ വസ്ന, വസ്നിൽ, നീതിയിൽ, ബിൽ ഖിസ്തി, നീതി അനുസരിച്ച്. നീതി അനുസരിച്ച് ഇവിടെ നിങ്ങൾ അതിലിനു വേണ്ടി, നീതിക്ക് വേണ്ടി നിലകൊള്ളുക. വലാ തുഖ്സിറുൽ മീസാൻ, അതിൽ കുറവ് വരുത്തരുതേ, അതിലിൽ, നീതിയിൽ കുറവ് വരുത്തരുതേ. മറ്റു ചില മുഫസ്സിറമാരുടെ അഭിപ്രായത്തിൽ അവിടെ എന്താണ്? തൂക്കത്തിൽ നിങ്ങൾ കുറവ് വരുത്തരുതേ. രണ്ടും ഇവിടെ യോജിക്കും, രണ്ടു നീതിയാണ്. തൂക്കത്തിൽ കുറവ് വരുത്തൽ എന്താണ്? അനീതിയാണ്. തൂക്കം കൃത്യമായി നൽകൽ എന്താണ്? അതാണ് നീതി. രണ്ടും ഈ ഒരു ആയത്തിൽ ഉൾക്കൊള്ളുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇബ്നു സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഐ ഇജ്അലൂഹു ഖായിമൻ ബിൽ അദ്ൽ, നിങ്ങൾ അളവിനെയും തൂക്കത്തിനെയും കൃത്യമായി കൊണ്ട് അളക്കൂ, നീതിപൂർവം അതിൽ നിലകൊള്ളൂ. അല്ലദീ തസിലു ഇലൈഹി മിഖ്ദാറതികും വ ഇംകാനതികും, നിങ്ങൾക്ക് സാധിക്കുന്ന രൂപത്തിൽ, സാധിക്കുന്ന അത്രത്തോളം അതിൽ സൂക്ഷ്മത പാലിക്കണം എന്നുള്ളതാണ്. വലാ തുഖ്സിറുൽ മീസാൻ എന്ന് പറഞ്ഞാൽ ലാ തൻഖുസൂഹു വലാ തഅമലു ബിളദ്ദിഹി, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്, അതിനെതിരെ പ്രവർത്തിക്കരുത്. വഹുവൽ ജൗറു വദ്ദുൽമു വത്തുഗ്യാൻ, അതെന്താണ്? അക്രമമാണ്, അക്രമം കാണിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞതായി കാണാൻ സാധിക്കും. വലാ യജ്രിമന്നകും ശരആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, വലാ യജ്രിമന്നകും ശരആനു ഖൗമിൻ, ഒരു സമൂഹത്തിനോടുള്ള വെറുപ്പ് അവരോട് നീതി കാണിക്കാതിരിക്കാൻ കാരണമാക്കരുത്. അതുപോലെ തന്നെ വൈലുൽ ലിൽ മുത്തഫിഫീൻ, അളക്കുന്നവർക്ക് നാശം, അളക്കുന്നവർക്ക് നാശം. എന്താണ് വീതിക്കുന്നവർക്കുള്ള നാശം? എന്താണ്? ഇദഖ്താലു അല്ലദീന ഇദഖ്താലു അലന്നാസി യസ്തൗഫൂൻ, ജനങ്ങളടക്കൽ നിന്ന് ഇങ്ങോട്ട് മേടിക്കുകയാണെങ്കിൽ, അളന്ന് മേടിക്കുകയാണെങ്കിൽ അവിടെ കൃത്യമായിരിക്കും. വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ, അവർ തിരിച്ചു കൊടുക്കുമ്പോഴോ അതിൽ കുറവ് വരുത്തും. നഊദു ബില്ലാഹ്, അള്ളാഹുവിന്റെ ശാപം, വൈലുണ്ടായിരിക്കും. നരകത്തിലുള്ള ഒരു താഴ്വരയാണെന്ന് തഫ്സീറിൽ കാണാൻ സാധിക്കും. വൈ അത് ഉണ്ടായിരിക്കുമെന്നുള്ള താക്കീത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നൽകുന്നുണ്ട്. ഇബ്നു ആശൂർ റഹിമഹുല്ലാഹ് പറയാണ്, ഫലമ്മാ കാനത് തത്ഫീഫു സുന്നത്തുൻ മിൻ സുനനിൽ മുശ്രിക്കീന തസദ്ദത്തിൽ ആയാതു ലിതൻബീഹി അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമായിരുന്നു, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ അവരുടെ സ്വഭാവമായിരുന്നു
സത്യനിഷേധികളുടെ സ്വഭാവമായിരുന്നു അളവിലും തൂക്കത്തിൽ കൃത്രിമം കാണിക്കാന്നില്ല. അതിപ്പോഴും കാണാൻ സാധിക്കും. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാന്നുള്ളത് ഇപ്പോഴും കാണാൻ സാധിക്കും. പല രൂപത്തിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കും. അതെന്താണ്? ശരിക്കും ദുൽമാണ്, അക്രമമാണ്. പ്രത്യേകിച്ചും കച്ചവടക്കാർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചുകൊണ്ട് ഉള്ള കച്ചവടത്തിന് അത് ശരിയല്ല, അതിൽ ശിക്ഷയുണ്ടാകും, അത് അക്രമമാണ് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചതായി കാണാൻ സാധിക്കും. പിന്നെ അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ചില നിഅമത്തുകളെ അറിയിച്ചു നൽകാൻ. വൽ അർള ഭൂമിയെ, വെച്ചു, അതിനെ വെച്ചു, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ വെച്ചു, സ്ഥാപിച്ചു. ലിൽ അനാം, എന്താണ് അനാം? സൃഷ്ടികൾക്ക്, അവന്റെ സൃഷ്ടികൾക്ക് വേണ്ടി ഭൂമിയെ സ്ഥാപിച്ചു കൊടുത്തു എന്നുള്ളതാണ് വലിയ നിഅമത്താണ്. സഖറ ലക്കും മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെ ഭൂമിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ കീഴ്പ്പെടുത്തി നൽകിയിട്ടുണ്ട്. തന്റെ സൃഷ്ടികൾക്ക് നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള അവസ്ഥ വായുവിന്റെയും വെള്ളത്തിന്റെയും മറ്റു ഭക്ഷണങ്ങളുടെയും നമുക്ക് പാർപ്പിടങ്ങൾ ഉണ്ടാക്കാനോ യാത്രക്കുള്ള സൗകര്യമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മുഫസ്സിരീങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതായത് അന്ന മിൻ നിഅമില്ലാഹി അസ്സ വജൽ അന്നല്ലാഹ വളഅൽ അർള ലിൽ അനാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ നിഅമത്തുകളിൽ പെട്ട കാര്യമാണ് ഭൂമിയെ അവന്റെ സൃഷ്ടികൾക്ക് വേണ്ടി വെച്ചു കൊടുത്തു എന്നുള്ളത്. അവർക്ക് ജീവിക്കാനുള്ള ഏറ്റവും നല്ല അവസ്ഥയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ സംവിധാനിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ ഏറ്റവും നല്ല രൂപത്തിലാണ് സംവിധാനിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണത്തിനും വെള്ളത്തിനും മറ്റു കാര്യങ്ങൾക്കുമെല്ലാം അല്ലാഹു എളുപ്പമാക്കിയിട്ടുണ്ട് എന്ന് കാണാം. അതുപോലെ തന്നെ പല രൂപത്തിലുള്ള അവസ്ഥകളിലുള്ള ആളുകളെ, പല രൂപത്തിലുള്ള ജീവികൾ, വർണ്ണത്തിലുള്ള ആളുകൾ, പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ, ഇവരെല്ലാവരെയും ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ജീവിക്കാനുള്ള അവസരം നൽകി, അവർക്ക് അതിനെ അധീനപ്പെടുത്തി കൊടുത്തു എന്നുള്ളത് വലിയ നിഅമത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എടുത്തു പറയാം. പിന്നീട് ആ ഭൂമിയിൽ ചെയ്തു കൊടുത്ത കാര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുക. ഫീഹ, അതിലുണ്ട്, അതായത് ആ ഭൂമിയിലുണ്ട്, ഫാകിഹത്തുൻ, എന്താണ് ഫാക്കിയത്ത്? പഴവർഗ്ഗങ്ങളുണ്ട്. വന്നഖ്ലു, അതുപോലെ തന്നെ ഈത്തപ്പനകളും. ദാത്തുൽ അക്മാം, ദാത്ത് പറഞ്ഞ ഉള്ള, അൽ അക്മാം, അക്മാം എന്ന് പറഞ്ഞ പാളകൾ, ഈത്തപ്പനയുടെ ഇല, അതുപോലെ അതിൽ നിന്നുണ്ടാകുന്ന മറ്റു പാളകളും ഉള്ള ഈത്തപ്പനകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ സംവിധാനിച്ചു എന്നുള്ളതാണ്. മുഫസ്സിരീങ്ങൾ പറയുന്നതായി കാണാൻ സാധിക്കും. ഫീഹാ ഫാകിഹത്തുൻ ഐ ഫിൽ അർളി ഫാകിഹ ഐ സിമാറുൻ യതഫക്കഹു ബിഹാ അന്നാസ് വ അൻവാഉൽ ഫാകിഹത്തി കസീറത്തുൻ, ഫലവർഷ വിഭവങ്ങൾ, പഴവർഗ്ഗങ്ങൾ ഒരുപാടുണ്ട് ഭൂമിയിൽ. ഓരോ നാടിനും പ്രത്യേകമായവ, അവിടുത്തെ കാലാവസ്ഥക്കനുസരിച്ച്, അവിടുത്തെ ആളുകളുടെ ജീവിത രീതിക്ക് അനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നാടിനും പ്രത്യേകമായിട്ടുള്ള ഫലങ്ങൾ നൽകിയതായി കാണാൻ സാധിക്കും. ഈ കാലഘട്ടത്തിൽ അൽഹംദുലില്ലാഹ് എല്ലാ ഭാഗത്തുനിന്നുള്ള പഴവർഗ്ഗങ്ങൾ എല്ലാ നാട്ടിലേക്കും എത്താനുള്ള സൗകര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. വലിയ നിഅമത്താണ്. നമ്മൾ ഇവിടെയുള്ള ഫ്രൂട്ട്സ് കടകളിൽ ചെന്നാൽ അമേരിക്കയിൽ നിന്നുള്ള ഫ്രൂട്ട്സ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇറാനിൽ നിന്നുള്ള പല ഭാഗത്തു നിന്നുള്ള ഫ്രൂട്ട്സുകൾ കാണാൻ സാധിക്കും. ഇതാരാണ് നമുക്ക് എത്തിച്ചു നൽകിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവിന്റെ വലിയ നിഅമത്താണ് പഴവർഗ്ഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്തിച്ചു നൽകി എന്നുള്ളത്. ഏതുപോലെ കൽഐനബി, മുന്തിരിയെ പോലെ, വറുമ്മാൻ, മാതളം പോലെ, വത്തുഫാഹ്, അതുപോലെ തന്നെ ആപ്പിൾ, വൽ ബുർത്തുഖാൽ, ഓറഞ്ച്, ഇതുപോലുള്ള എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. എന്ന് മാത്രമല്ല ഈ ആയത്തിൽ ഈത്തപ്പഴത്തെ കുറിച്ച്, ഈത്തപ്പഴത്തിന്റെ പനയെ കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞു. കാരണം അറബികൾക്ക് ഏറ്റവും കൂടുതൽ പരിചയമായിട്ടുള്ള ഫലം എന്തായിരുന്നു? ഈത്തപ്പഴമായിരുന്നു. വന്നഖ്ലു ദാത്തുൽ അക്മാം, എന്താ നഖൽ? മുഫസ്സിരീങ്ങൾ പറയല്ലേ, അന്ന സമറതഹ അഫ്ളലു സിമാർ, ഈത്തപ്പഴമാണ് ഫലങ്ങളിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. ഫയഹുൽമുൻ വഗദാഉൻ വഫാകിയത്തുൻ, മൂന്ന് പ്രത്യേകതകൾ അതിനുണ്ട്. ഹുലു, മധുരമുള്ളതാണ്, മധുരമുള്ളതാണ്. വഗദാഉൻ, ഭക്ഷണം. ഈത്തപ്പഴം എന്താണ്? ഭക്ഷണം. അതുപോലെ തന്നെ വഫാകിഹത്തുൻ, ഒരു പഴവർഗ്ഗമാണ്. ഇപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട് ഈത്തപ്പഴത്തെ. വശജറതുഹാ മിൻ അബ്റകിൽ അശ്ജാരി വ അൻഫഉഹാ, അതിന്റെ മരമാകത്തെ ഈത്തപ്പഴത്തിന്റെ മരം, അത് ഈത്തപ്പന, അത് ഏറ്റവും കൂടുതൽ ബർക്കത്തുള്ള മരമാണ്, ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള മരമാണ്. ഏതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുഅ്മിനെ ഈത്തപ്പന കൊണ്ട് ഉപമപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. ഈത്തപ്പനയെ കൊണ്ട് ഉപമപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. എന്താണ് പറഞ്ഞത്? ഇന്ന മിനശ് ശജരി
ഷജറത്തുൻ, തീർച്ചയായിട്ടും മരങ്ങളിൽ ഒരു മരമുണ്ട്. മസലുഹാ മസലുൽ മുഅ്മിൻ, അതിന്റെ ഉപമ ഒരു മുഅ്മിന്റെ ഉപമ പോലെയാണ്. ഫഖാല സ്വഹാബ, സ്വഹാബത്തെ ഏതാണ് ആ മരം എന്നുള്ളത് ഒരുപാട് ചിന്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐ അന്നഹൻ നഖ്ല, അതെന്താണ്? ഈത്തപ്പനയാകുന്നു, ഈത്തപ്പന ആകുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായൊരു സംഭവം. ഒരിക്കൽ റോമിലെ രാജാവ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് കത്തയക്കാൻ കൈസർ. ആ മനുഷ്യൻ പറഞ്ഞു, കത്തയച്ചുകൊണ്ട് അതിലുണ്ട് ഉഖ്ബിറുക അന്ന റുസുലി അതത്നി മിൻ ഖബ്ലിക്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഓരോ രാജ്യത്തിലുള്ള രാജാക്കന്മാർക്കും തൗഹീദിനെ കുറിച്ചും ദീനിനെ കുറിച്ചും കത്തയക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, ഇസ്ലാമിനെ അറിയിച്ചുകൊണ്ട് അങ്ങനെ കത്ത് അയക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് കത്ത് ലഭിച്ചപ്പോൾ അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് തിരിച്ച് കത്തെഴുതാണ്, ഞാൻ താങ്കളെ അറിയിക്കുന്നു, തീർച്ചയായിട്ടും താങ്കളുടെ ദൂതൻ എന്റെ അടുക്ക് വന്നിരുന്നു. ഫസഅമത്, ആ മനുഷ്യൻ വാദിക്കുന്നു, അന്ന ഖിബ്ലകും ഷജറതൻ ലൈസത് ബിഖലീഖത്തിൻ ലിശൈഇൻ മിനൽ ഖൈർ, തീർച്ചയായിട്ടും നിങ്ങളുടെ അടുക്കൽ ഒരു മരമുണ്ട്, ആ മരത്തിന്റെ രൂപത്തിൽ അതിൽ ഖൈറുമില്ല എന്ന് തോന്നിപ്പോകും. തഖ്റുജു മിസ്ല ആദാനിൽ ഹമീർ, അതിൽ നിന്നും അതിന്റെ ഇലകൾ കഴുതകളുടെ ചെവികളെ പോലെ പുറത്തു വരും. സുമ്മ തശഖഖു മിസ്ലൽ ലുഅ്ലു, പിന്നെ അതിൽ നിന്നും കായ്കനികൾ, ആ കായ്കനികളെ കുറിച്ചാണ് പറയുന്നത്, മുത്തുകളെ പോലെയാകും, അത് മുട്ടാകും. സുമ്മ തഖ്ലറു ഫതകൂനു മിസ്ല സുമർറുദിൽ അഖ്ലർ, പിന്നീട് അത് പച്ച നിറത്തിലുള്ളതാകും, പിന്നീട് അത് പച്ചയുള്ളതാകും. ഏതുപോലെ? പച്ച നിറത്തിലുള്ള മരതകം പോലെ. സുമ്മ തഹ്മറു ഫതകൂനു കൽ യാഖൂത്തിൽ അഹ്മർ, പിന്നീട് അത് ചുവക്കും, പിന്നീട് അത് ചുവക്കും. ഏതുപോലെ? ചുവപ്പ് നിറത്തിലുള്ള യാഖൂത്ത് പോലെ, പവിഴം പോലെയാകും. സുമ്മ തൈനഅ വതംലജു ഫതകൂനു അത്യബി ഫൽവസ്ജിൽ അക്ലി, പിന്നീട് അത് പഴുക്കും, പാകപ്പെടും. ഏതുപോലെ? വസ്ജിനെ പോലെ, വസ്ജുൽ ഉക്ലി, ഭക്ഷിക്കുന്ന ഒരു സ്വീറ്റാണ്, ആ കാലഘട്ടത്തിൽ മധുരമുള്ള ഒരു പലഹാരമാണ്, ഇറാൻ ഭാഗത്തു നിന്നുണ്ടാകുന്ന, അതിനെ പോലെയാകും, അതിനേക്കാൾ ടേസ്റ്റ് ഉള്ളതാകും. സുമ്മ തൈബസു ഫതകൂനു ഇസ്മത്തുൻ ലിൽ മുഖീമി വസാദൻ ലിൽ മുസാഫിർ, പിന്നെ അദ്ദേഹം പറയാണ്, പിന്നീട് അതെന്താവും? ഉണങ്ങും, പിന്നീട് അത് ഉണങ്ങും. ഉണങ്ങിയാൽ എന്താണ് അതിന്റെ പ്രത്യേകത? അത് നാട്ടിലുള്ളവന് ഉണക്കിയ രൂപത്തിൽ എടുത്തു വെക്കാം, നാട്ടിലുണ്ടാകുമ്പോൾ അവനക്ക് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ തന്നെ വസാദൻ ലിൽ മുസാഫിർ, യാത്രക്കാരന് യാത്രാ ഭക്ഷണമായി കൊണ്ടുപോകാനും സാധിക്കും. ഫൈൻ തകുൻ റുസുലി സദഖതനി ഫലാ അറാ ഹാദി ഷജറത ഇല്ലാ മിൻ ഷജറിൽ ജന്ന. അദ്ദേഹം പറഞ്ഞു, ഈ മരം താങ്കളുടെ ദൂതൻ പറഞ്ഞതുപോലെയുള്ള മരം താങ്കളുടെ അടുക്കൽ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അടുക്കൽ ഉണ്ടെങ്കിൽ അത് സ്വർഗത്തിൽ നിന്നല്ലാതെയുള്ള ഒരു മരമല്ല എന്ന് പറഞ്ഞാൽ ഈ അത്ഭുതമായി കൊണ്ട് അന്നത്തെ രാജാവ് കൈസർ രാജാവ് അത്ഭുതം കൂറി എന്നുള്ളതാണ് മരത്തിന്റെ വിശേഷണം കേട്ടിട്ട്. ഇന്ന റുസുലക ഖദ് സദഖൂക ഹാദി ഷജറത ഇൻദനാ. അങ്ങനെ എന്ത് ചെയ്തു? ഇത് കേട്ടപ്പോൾ ഫഖതബ ഇലൈഹി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് തിരിച്ച് മറുപടി എഴുതി. എന്താണ് എഴുതിയത്? മിൻ ഉമറ അമീറുൽ മുഅ്മിനീൻ ഇലാ കൈസറ മലികി റോം. അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും റോമിന്റെ രാജാവായ കൈസറിലേക്ക്, ഇന്ന റുസുലക ഖദ് സദഖൂക ഹാദി ഷജറതു ഇൻദനാ, തീർച്ചയായിട്ടും താങ്കൾ അയച്ചതുപോലെ, താങ്കളുടെ ദൂതൻ പറഞ്ഞതുപോലെ, ഞങ്ങളുടെ ദൂതൻ താങ്കളോട് അറിയിച്ചതുപോലെയുള്ള മരം ഞങ്ങളുടെ അടുക്കലുണ്ട്. വഹിയ ഷജറത്തുൽ ലതി അംബതഹല്ലാഹു അലാ മറിയമ ഹീന നുഫിസത് ബിഈസാ ഇബ്നഹാ. ഇവിടെ ശ്രദ്ധിക്കണം, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തിരിച്ചു പറഞ്ഞത് ദഅവത്താണ്. എന്താണ് പറഞ്ഞു കൊടുത്തത്? അതൊരു മരമാണ്. എങ്ങനെയുള്ള മരം? അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന് മുളപ്പിച്ചു കൊടുത്ത മരം. ഏത് സമയത്ത്? ഹീന നുഫിസത് ബിഈസാ ഇബ്നഹാ, അവരുടെ മകനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രസവിച്ച ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എളുപ്പമാക്കി നൽകിയ, അതിന്റെ ഫലങ്ങൾ നൽകിയ മരമാകുന്നു. ഫത്തഖില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വലാ തത്തഖിദ് ഈസാ ഇലാഹൻ മിൻ ദൂനില്ലാഹ്, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹുവിന് പുറമെ മറ്റൊരു ആരാധനയായി കൊണ്ട് താങ്കൾ സ്വീകരിക്കരുത്. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ല രൂപത്തിൽ അദ്ദേഹം താക്കീതോടുകൂടിയും വർണ്ണിച്ചും പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു ഫഇന്ന, പിന്നീട് അദ്ദേഹം വിശുദ്ധ ഖുർആന്റെ സൂറത്തു ആലി ഇംറാനിലെ 59, 60 ആയത്തോതാണ്. മസല ഈസാ ഇൻദല്ലാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉപമ എങ്ങനെയാണ്? കമസലി ആദം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെയാണ്. ഖലഖഹു മിൻ